export spreading to other parts of England. Second emergency cover. മാലു, ഞാൻ ഈ UK കലാപമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ശരിക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഇപ്പോഴാണ്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്, അതിഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. ഇന്ത്യക്കാർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലെന്നാണ് തോന്നുന്നത്. ശരിക്കും എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള കലാപം നടക്കുന്നു, ഇന്ത്യക്കാർക്ക് പോലും അവിടെ ജീവിക്കാൻ ഭയമുണ്ടാകുന്ന രീതിയിലേക്ക് അവസ്ഥകൾ മാറുന്നു. എന്താണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ്? എന്താണ് ഇത്രയും വലിയൊരു കലാപം അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്കെതിരായിട്ട് വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാവുകയാണ്? അതിൻ്റെ കാരണം എന്താണ്? സത്യമായിട്ടും അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ്. അടുത്ത കാലത്തൊക്കെ നമ്മൾ ഇത് തന്നെ കണ്ട് സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് വളരെയേറെ മൈഗ്രൻ്റ് ഇവിടെ നിന്ന് തന്നെ UK-യിലുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, കുടുംബത്തിലുള്ളവരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പഠിക്കാൻ, ജോലി ചെയ്യാൻ, മറ്റ് ആവശ്യങ്ങൾക്കായി വിസിറ്റിങ്ങിന് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ കുടുംബമായി താമസിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ UK-യിൽ നടക്കുന്ന ഈ കലാപം നമ്മുടെ ഇലോൺ മസ്ക് പോലും അല്ലെ പറഞ്ഞിരിക്കുന്നത് ഒരു ആഭ്യന്തര കലാപത്തിനുള്ളൊരു മുന്നൊരുക്കം UK-യിൽ നടക്കുന്നു എന്നുള്ളതാണ്. ജയശങ്കർ ചോദിച്ച പോലെ എന്താണ് സത്യത്തിൽ UK-യിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കുടിയേറ്റം കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു അടിയന്തരാവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അതായത് കുടിയേറ്റക്കാർ ഒരു രാജ്യത്ത് നമ്മൾ പോയി, അല്ലെങ്കിൽ നമ്മൾ അതിഥിയായി എത്തുന്ന ഒരു സ്ഥലത്ത് പോയി കാണിക്കേണ്ട സാമാന്യ മര്യാദകൾ കാണിച്ചില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ആ നാട്ടിലുള്ളവർ നമ്മളെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതിൻ്റെ പച്ചയായ ഉദാഹരണമാണ് സത്യത്തിൽ ഇന്ന് UK-യിൽ നടക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ അതിഥിയായി വരുന്നു. നമ്മൾ അവർക്ക് വേണ്ട എല്ലാ റൂം കൊടുക്കുന്നു, റൂം ഫെസിലിറ്റി കൊടുക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടുള്ള ഭക്ഷണം കൊടുക്കുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇവർ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ വീട്ടിൽ, അതായത് നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ഭരിക്കാൻ തുടങ്ങുക. നമുക്കുണ്ടായിരുന്ന ഒരു അച്ചടക്കം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടാകും. നമുക്കൊരു ഓരോ നാടിനും ഓരോ കൾച്ചർ ഉണ്ടല്ലോ. നമ്മുടെ സംസ്കാരത്തിനെതിരായി അവരുടേതായിട്ടുള്ള ഒരു കലാപഭൂമിയായി പോലും മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ ആയി വരുമ്പോൾ നമ്മുടെ പ്രതികരണം അവരോട് എങ്ങനെയായിരിക്കും? അതാണ് സത്യത്തിൽ ഇപ്പോൾ UK-യിൽ നടക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന് ഉണ്ടായിരുന്ന, UK എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് കൺട്രിയാണ് അല്ലേ, ഒരു വളരെ വികസിത ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം വളരെ ഇതായിട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. സ്വകാര്യത, പ്രൈവസി വളരെ വളരെ അവരുടെ അവകാശങ്ങളെ, തീർച്ചയായും അവരുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ ഒക്കെ വളരെ വലിയ രീതിയിൽ വില കൽപ്പിക്കുന്ന മാന്യമായ ഒരു കുറച്ച് കൾച്ചറുള്ള അല്ലെ, വളരെ മര്യാദയുള്ള കൾച്ചർ ഉള്ള ഒരു രാജ്യമാണ് UK. പക്ഷേ കേരളത്തിൽ നടക്കം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നടക്കം വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇവിടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് UK-യും കാനഡ. ഗൾഫിന്റെ പ്രതാപകാലം അവസാനിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു കണക്കെടുത്താൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഇപ്പോൾ നിലവിലുള്ളത് UK-യിലായിരിക്കാം എന്നുള്ളത്. തീർച്ചയായും ഇപ്പൊ 2023 വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ഈ 2023 മാത്രം 2.5 ലക്ഷത്തോളം പേർ അവിടെ അറൈവ് ചെയ്തു എന്നുള്ളതാണ്. ആ വർഷത്തിൽ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണ് 2023 ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മൈഗ്രൻസ് ആണ്, ഇമിഗ്രൻസ് ആണ് നമ്മുടെ ഇവിടെ നിന്ന് ഇവിടെ UK-യിലേക്ക് പോയിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം അറൈവൽസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചെറിയൊരു കണക്കല്ല, ഒരു രാജ്യത്തിൽ നിന്ന് മാത്രമാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും അവിടെ എത്തി ആ നാട്ടിൽ ഉണ്ടായിരുന്നവരുടെയൊക്കെ ഒരു ഡിസിപ്ലിൻ, അവരുടേതായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ അറിയാം UK-യുടെ ഒരു പ്രത്യേകത എന്തായിരിക്കും? അവർ എല്ലാ തരത്തിലും ഒരു സിറ്റിസണിന് അല്ലെങ്കിൽ അവിടേക്ക് പോകുന്ന ഒരു ഇമിഗ്രൻസിന് ആവശ്യമായതെല്ലാം അവർ വളരെ സുലഭമായി നൽകുന്ന ഒരു രാജ്യം കൂടെയാണ്. ഹെൽത്ത് ആയിരുന്നാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിരുന്നാലും അല്ലെങ്കിൽ അവരുടെ മറ്റ് ഫെസിലിറ്റീസ് ആയിരുന്നാലും എല്ലാം കൊടുക്കുന്നുണ്ട്. റോഡ്, നല്ല റോഡ്, അത്തരത്തിലുള്ള ഒരു രാജ്യത്തിൽ പോയി ഇവിടെ നമ്മൾ സ്ട്രീറ്റുകളിലൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു, നമ്മൾ വേസ്റ്റ് വലിച്ചെറിയുന്നു. അതുപോലുള്ള കാര്യം അവിടെ ചെന്ന് കാണിച്ചാലോ? അതുപോലെ നമ്മുടെ സംസ്കാരം, നമ്മൾ ഈ പബ്ലിക് ന്യൂയിസൻസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു പക്ഷേ ഒരു പോലീസ് വന്ന് പൈസ കൊടുത്ത് ഒതുക്കുന്ന കാര്യങ്ങളായി വളരെ മോശം കാര്യങ്ങൾ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ മര്യാദയില്ലായ്മ അല്ലെ, ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ പോയിന്റാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടും രാജ്യസ്നേഹത്തിന് കുറവുള്ള ആൾക്കാരല്ല, ഒരിക്കലും അല്ല. പക്ഷേ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ രാജ്യസ്നേഹം കാണിക്കുന്നത് അവരുടെ മോണുമെന്റ്സ് വൃത്തിയായി സൂക്ഷിക്കുക, അവരുടെ ഇടങ്ങൾ, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സ്ഥലങ്ങളിലൊക്കെ മര്യാദ പാലിക്കുക എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു വേ ഓഫ് രാജ്യസ്നേഹം കാണിക്കുന്ന രീതി. അങ്ങനെയാണ്. അത്തരത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പണ്ട് പറഞ്ഞ ഒരു സെക്കൻഡ് പറയാതിരിക്കാൻ പറ്റത്തില്ല. വിദേശ യാത്രയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് യാത്ര നടത്തിയിട്ട് അവിടേക്ക് യാത്ര നടത്തുമ്പോൾ
അദ്ദേഹം തന്നെ അടുത്തുള്ള സീറ്റിലേക്ക് കാല് കയറ്റി വെച്ചപ്പോൾ അവിടെയുള്ള ഒരാൾ, ഒരു തദ്ദേശീയരുള്ള ഒരാൾ ആ കാലെടുത്ത് മടിയിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ചെയ്യരുത്, അത് മോശമായുള്ള പ്രവൃത്തിയാണെന്ന് പറയുകയാണ്. അത്തരത്തിൽ അവരുടെ രാജ്യസ്നേഹം മാർലിയോ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അവർ പാലിക്കുന്ന ഡിസിപ്ലിൻ, ഒരു പൊതു ഇടത്ത് കാണിക്കുന്ന കൃത്യമായ ഒരു മര്യാദകളെല്ലാം ഉണ്ട് ആ രാജ്യത്തിന്. അതെ, ഒരു വ്യക്തിക്ക്, അതായത് അവരുടെ മുന്നിൽ നിൽക്കുന്നത് ചെറുതോ വലുതോ ആകട്ടെ, അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് UK എന്ന് പറയുന്ന കൺട്രി അല്ലെങ്കിൽ ഏതായിരുന്നാലും വിദേശ രാജ്യങ്ങൾ, അമേരിക്ക അല്ലെങ്കിൽ കാനഡ പോലുള്ള കൺട്രികൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു മര്യാദയുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യൻ എന്നതിനുപരി അവരുടെ ഒരു വ്യക്തിത്വത്തിന് കൊടുക്കുന്ന ഒരു മര്യാദ, സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈ മൈഗ്രൻസ് ആയിട്ടുള്ള, അതായത് കുടിയേറ്റക്കാരായി പോയ വ്യക്തികൾ ഈ രാജ്യത്ത് ചെന്ന് UK ചെന്ന് കാണിച്ച ഈ പല പ്രശ്നങ്ങളും, അതായത് ഒന്നാമത്തെ കാര്യം ഈ മര്യാദയില്ല, പറഞ്ഞതുപോലെ അവരുടേതായിട്ടുള്ളൊരു അച്ചടക്കമായിട്ടുള്ളൊരു രീതിയെ അവരുടെ പരിസരങ്ങളൊക്കെ വൃത്തിഹീനമാക്കുക, അവിടെ പബ്ലിക് ന്യൂസൻസ് ആയിട്ട് സൗണ്ട് ന്യൂസൻസ്, പൊല്യൂഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരോടൊക്കെ കയർത്ത് സംസാരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെ, സൗണ്ട് എടുക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്കാരടക്കം ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളൊക്കെ ഒരുപാടുള്ള രാജ്യമാണ്. അത്തരത്തിൽ അവരുടെ സ്വദേശത്ത് നടക്കുമ്പോൾ, കലാപങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ UK അവർ പല രീതിയിലുള്ള മാർച്ചുകൾ നടത്തുന്നു, ചേരിതിരിഞ്ഞ് ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നു. അതെ, ബംഗ്ലാദേശികൾ അവിടെ ഇത്തരത്തിലുള്ള, ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഇടയ്ക്ക് പാലസ്തീൻ അനുകൂല ജാഥയൊക്കെ നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ടായി. ഇവിടെ വന്ന് ഈ പാലസ്തീൻ അനുകൂല ജാഥ വിളിക്കുന്നത്, അതായത് ഈ UK ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് ഈ കാര്യം എന്ന് പറയുന്നത്. അതായത് പാലസ്തീനിലുള്ളവർക്ക് മുസ്ലിം, ഇപ്പം അഫ്ഗാനിസ്ഥാനിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഉള്ള മുസ്ലിംസ് നൽകുന്ന ഒരു പിന്തുണ, മുസ്ലിംസ് മാത്രമല്ല പല മതത്തിലുള്ളവർ നൽകുന്ന ഒരു പിന്തുണ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ മുസ്ലിംസ് പാലസ്തീനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് UK തെരുവുകളിൽ ഇറങ്ങി ചെയ്തത് അവിടെയുള്ള നേറ്റീവുകളുടെ കാറുകൾ അടിച്ചു തരിക്കുക, അവരുടെ പൊതുമുതലൊക്കെ നശിപ്പിക്കുക. അതായത് അവർ നോക്കുമ്പോൾ ഇതെന്താണ്, ഒരു ബന്ധമില്ലാത്തവന്മാരൊക്കെ ഇവിടെ വന്ന് കിടന്ന് അവരെ മൊത്തം ഇല്ലാതാക്കി. കാരണം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് അവർ ഇരയാക്കപ്പെടുകയാണ്. ആര് കാരണമാണ്? ഈ കുടിയേറ്റക്കാർ കാരണം ഇരയാക്കപ്പെടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ തദ്ദേശീയർക്ക്, അതായത് UK പോലെയുള്ള ഒരു കൺട്രിയിലെ അവിടെ ജനിച്ച് വളർന്ന അവിടുത്തെ സിറ്റിസൺസിന് അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശീയർക്ക് ഓൾറെഡി, അതായത് കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഓൾറെഡി തന്നെ ഒരു മാനസിക ഒരു സൈക്കോളജിക്കലി അവർക്ക് ഇവരോടൊക്കെ ഒരു വെറുപ്പ് തോന്നി. അതുള്ളത് തന്നെയാണ്, ഒരു വെറുപ്പ് തോന്നി എന്നുള്ളതാണ് ഉണ്ടായത്. കാരണം അത് അവരുടെ തെറ്റല്ല, ഇവരവിടെ ചെന്ന് പോയി കാണിച്ച പ്രശ്നങ്ങളുടെ തെറ്റാണ്. അതിന്റെ ഫലമായി കലാപങ്ങൾ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും കാരണം അവരുടെ രാജ്യത്തേക്ക് വന്ന് അവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെറുപ്പ്, ഒരു അമർഷം അത് ഇവരോട് ഓൾറെഡി ഉണ്ടായി. ഇപ്പം നടന്ന ഒരു ആഭ്യന്തര കലാപത്തിലേക്കൊക്കെ ഇതിലെത്താനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇടയ്ക്ക് ഒരു ജൂൺ 18-നാണെന്ന് തോന്നുന്നു, ജൂണിൽ ഒരു കുട്ടി അവിടെ ഒരു കുട്ടിയല്ല 3 കുട്ടികൾക്ക് ആക്രമണത്തിൽ മരണപ്പെടുന്നു. 3 പെൺകുട്ടികൾ UK എവിടെയാണ്? ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ടിൽ 3 കുട്ടികൾ മരണപ്പെടുന്നു. അവർ മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, അതായത് 3 കൊച്ചുകുട്ടികളാണ്, 6-7 വയസ്സൊക്കെയുള്ള 3 കൊച്ചുകുട്ടികളാണ് മരണപ്പെടുന്നത്. കുത്തേറ്റാണ് മരണപ്പെടുന്നത്. കുത്തേറ്റ് മരണപ്പെട്ടു. ഈ കുത്തേറ്റ് മരണപ്പെട്ടത് സത്യത്തിൽ അത് നമ്മളെ സംബന്ധിച്ചാലും 3 കൊച്ചുകുട്ടികൾ ഒരാളുടെ കുത്തേറ്റ് മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ വാർത്തയാണ്. അപ്പോൾ ഈ UK എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലായിടത്തും ഉള്ള പ്രത്യേകത അനുസരിച്ച് തന്നെ ഈ 3 കുട്ടികളെയും കുത്തിയ വ്യക്തി 17 വയസ്സിന് താഴെയുള്ള വ്യക്തിയായിരുന്നു, 18 വയസ്സിന് താഴെയുള്ള വ്യക്തിയായിരുന്നു, പ്രായപൂർത്തിയാകാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ കേരളത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ ഒരു വ്യാജ സന്ദേശമാണ് സത്യത്തിൽ ഇന്നത്തെ UK കലാപത്തിന് ഏറ്റവും പ്രധാന കാരണം. ഒരൊറ്റ വ്യാജ സന്ദേശം. അതായത് ഈ 17കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ ഡിസിപ്ലിൻ ഇല്ലായ്മ, ഈ കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ, പ്രശ്നബാധിതമൊക്കെ അവസ്ഥ കാരണം UK തദ്ദേശീയർക്ക് ഓൾറെഡി നമ്മുടെ കുടിയേറി വരുന്ന എല്ലാവരോടും വളരെ വലിയ രീതിയിൽ തന്നെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. ഈ ദേഷ്യം ഇവരുടെ മനസ്സിലുള്ളപ്പോഴാണ് ഈ 3 കുട്ടികളെ കൊലപ്പെടുത്തിയത്. ഈ 3 കുട്ടികൾ മരണത്തിനിടയാകാനുള്ളൊരു കാരണം, ഒരു 17കാരനാണെന്ന് പറഞ്ഞല്ലോ, ഈ 17കാരൻ ഒരു മുസ്ലിം കുടുംബത്തിലെ പയ്യനാണ്. അതായത് വിദേശത്ത് നിന്ന് അവിടെ കുടിയേറി പാർത്ത ഒരു മുസ്ലിം കുടുംബത്തിലെ പയ്യനാണ് എന്നുള്ള ഒരു വാർത്ത, ഒരു വ്യാജ സന്ദേശം സ്പ്രെഡ് ചെയ്തു.
സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ബംഗാളി വന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് അത് ചർച്ച ചെയ്യുക അല്ലെ? തീർച്ചയായും അത് അപ്പുറത്തെ സംസ്ഥാനത്തിന്റെ ആളാണ് അല്ലെ, അപ്പുറത്തെ സംസ്ഥാനത്തിന്റെയാണ്, ഇന്ത്യയുടെ അകത്ത് തന്നെയുള്ള അപ്പുറത്തെ സംസ്ഥാനത്തിലുള്ള ഒരു വ്യക്തി കേരളത്തിൽ വന്ന് അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തമിഴ്നാട് ഒരാൾ വന്ന് അക്രമങ്ങൾ ഉണ്ടാകും. ഇത് അവരെല്ലാ ഇതും കൊടുത്തുകൊണ്ട് നിർത്തിയിരിക്കുന്ന, അവരെല്ലാ ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു രാജ്യത്ത് വന്ന് ഒരു അന്യദേശക്കാരൻ ഇവിടുത്തെ 3 കുട്ടികളെ കൊലപ്പെടുത്തി, അതും കൊച്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് അവർക്കത് വളരെ വലിയൊരു പ്രതിഷേധം ഉണ്ടാകേണ്ട കാര്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ വ്യാജ വാർത്ത, ഇതൊരു മുസ്ലിം നാമധാരിയാണെന്നും വിദേശത്തു നിന്ന് വന്ന വ്യക്തിയാണെന്നും ഉള്ളത് വ്യാജ വാർത്തയായിരുന്നു. അത് സ്പ്രെഡ് ചെയ്യുന്നു. ഇത് കാരണം അവിടുത്തെ തദ്ദേശീയരേനെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ ഇവരെയൊക്കെ കാണുമ്പോൾ ഇവരെന്തായാലും ഒരു കാറ്റഗറി നമുക്കറിയാലോ, UK എന്ന് പറയുന്നത് വൈറ്റ് മാൻ കൺട്രി ആണ്, അല്ലെങ്കിൽ അമേരിക്ക ആയിരുന്നാലും നമ്മൾ അതുകൂടി പറഞ്ഞിരിക്കുന്നു. അതായത് കാലങ്ങളായിട്ട് തന്നെ ഈ പറഞ്ഞതുപോലെ റേസിസത്തിന്റെ അംശങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. പല കാലങ്ങളിലായിട്ടും അത്തരത്തിൽ. പിന്നെ മറ്റൊരു കാര്യം, ഇതേപോലെ കാനഡയിലടക്കം ഇത്തരത്തിൽ സിഖുകാരുടെ ഒരു വലിയൊരു കലാപം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അവർ പറയുന്നുണ്ട് അവിടെ നിന്ന് വാർത്ത വരുന്നുണ്ട്, ഇവിടെ സ്വസ്ഥമായിട്ട് താമസിച്ചിരുന്ന ആൾക്കാരാണ്, അവരുടെ മനസ്സമാധാനം പോയി, ആ രീതിയിൽ അവർക്ക് സ്പർദ്ധയുണ്ട്. സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണെന്നും തുടക്കം കാനഡയിൽ എന്താണോ സംഭവിച്ചത്, കാനഡക്കാർക്ക് സിഖുകാരെന്ന് പറഞ്ഞാൽ അവന്മാർ ഇടി കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളവരെന്ന ഇപ്പോഴ് പ്രത്യേകിച്ച് ഇന്ത്യ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഒഴിവാക്കാൻ തോന്നുന്നു. ഇന്ത്യക്കാരുടെ ഒരു വളരെ വലിയൊരു സ്പർദ്ധയൊന്നും ഇവർക്കില്ല. പക്ഷെ അതേസമയം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ, ബംഗ്ലാദേശ് അതുപോലുള്ള മുസ്ലിം രാജ്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ചില കുറച്ച് പേര് ഇങ്ങനെ മതപരമായൊരു ഒരു മാസ് ഇത് അവിടെ ഉണ്ടാക്കും. അതായത് ഇവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതെ അതായത് മതപരമായിട്ടുള്ളതെന്ന് അവർ കരുതുന്നു. അതായത് UK കരുതുന്നതാണ് ഇത്തരത്തിൽ ഒരു മുസ്ലിം കുറച്ച് പേര് കൂടിയാൽ അവർ അവരുടേതായിട്ടുള്ള ചില ചിട്ടകൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ പ്രതിഷേധം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാലസ്തീനെതിരെയുള്ള പ്രതിഷേധത്തിന് അവിടെ ഒരു കൂട്ടം കൂടി അവിടെ മൊത്തം കലാപ അന്തരീക്ഷമായി മാറ്റുന്നു. ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി ഒളിച്ചോടിയ സാഹചര്യത്തിൽ ആ രാജ്യത്തെ ബംഗ്ലാദേശികൾ അവിടെ കലാപം ഉണ്ടാക്കുകയാണ്. അതെ, അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് സ്വാഭാവികമായും ഈ ഒരു അവർ കാണുന്നത് നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ കറുത്ത, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരുപോലെയാണല്ലോ, നമ്മുടെ ഒരു മാനിറം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിറം ഒരുപോലെയാണ്. എല്ലാവരും കുടിയേറ്റക്കാരായിട്ട് അവർ ആദ്യം കണക്കാക്കുന്ന തൊലിയുടെ വെളുപ്പ് നിറം അനുസരിച്ചാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കെതിരെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ ഒരു വിദ്വേഷം അവരൊന്ന് പ്രകടമാക്കാനൊക്കെ തുടങ്ങി. ചില രീതിയിൽ ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആംഗ്യങ്ങൾ കൊണ്ടായിരിക്കാം. അത്തരത്തിൽ ഒരു പ്രകോപനം അവരും ഉണ്ടാക്കുന്നു, അതേ ഇത് തിരിച്ച് ഇവരും ഉണ്ടാക്കുന്നു. ഒറ്റയ്ക്ക് ഇവരിങ്ങനെയൊക്കെ താമസിക്കുന്ന, അതായത് കുടിയേറി അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക്, യുവാക്കൾക്ക് പഠിക്കാനായി ജോലിക്കായൊക്കെ പോകുന്നവർക്കെതിരെ അവരവിടെ കലാപം പുറപ്പെടുവിക്കുന്നു. അതുപോലെ ഇവിടെ നിന്ന് പോകുന്നവർ അതേ പ്രതികരണം തന്നെ അങ്ങോട്ടും നടത്തുന്നു. അതായത് നമ്മുടെ ആൾക്കാർ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായിരുന്നാലും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളായിരുന്നാലും ഹിന്ദു സഹോദരങ്ങളായിരുന്നാലും ഒരുപോലെ നിന്ന് തിരിച്ച് അവർക്കെതിരെയും പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടാക്കുന്നു. അതായത് അവർ നോക്കുന്നത് നമ്മുടെ മതമല്ല, അവർ നോക്കുന്നത് നമ്മളെല്ലാവരും ഒരേ പറഞ്ഞതുപോലെ കുടിയേറ്റക്കാരായിട്ട് കണക്കാക്കിയൊക്കെ അവർ അത്തരത്തിൽ പ്രതികരിക്കുന്നു. ഈ ഒരു പ്രതികരണം ഇപ്പോൾ വളർന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. സത്യത്തിൽ ഈ 17 വയസ്സുകാരൻ എന്ന് പറയുന്നത് എന്തല്ല ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശിയോ അല്ല, UK തന്നെയുള്ള ഒരു തദ്ദേശീയനാണ്. അതായത് റുവാണ്ടൻ മാതാപിതാക്കളുടെ മകനായി ബ്രിട്ടനിൽ തന്നെ ജനിച്ച ഒരു ആക്സൽ മുഗൺവ എന്ന് പറയുന്ന ഒരു 17-കാരനാണ് അവിടുത്തെ സത്യത്തിൽ അപ്പോൾ ഈ കൃത്യം ചെയ്തത് അവിടെ ഉള്ള വ്യക്തി തന്നെയാണ്. അവിടെ പോണ എന്തുകൊണ്ട് അവർ പറയാത്തെന്ന് ചോദിച്ചാൽ 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പ്രതികളുടെയും പേര് നമ്മുടെ ഇവിടെ പറയൂ, കേരളത്തിൽ പറയൂ, നമുക്ക് പറയില്ല. അവിടെ അതുപോലെ തന്നെ അത് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ അതൊരു ലോ ആണെന്ന് തോന്നുന്നു. പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. 17 വയസ്സ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ തെറ്റുകൾ നമ്മൾ അത് വലിയൊരിതായിട്ട് എടുക്കാറില്ല. പുറത്തുവിടാം, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താറില്ല. അങ്ങനെ അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയിരുന്നു. അവസാനം ഈ UK പോലീസ് തന്നെ ഇത് കാരണമാണോ ഇങ്ങനെ കലാപം ഉണ്ടായതെന്ന് മനസ്സിലാക്കി അവസാനം ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്ത് വിടുന്നുണ്ട്. അതാണ് നമുക്കിപ്പോൾ കിട്ടിയതും. 17 വയസ്സുകാരനാണ്, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്ത് വിടുന്നുണ്ട്. പക്ഷേ ആ ഐഡന്റിറ്റി പുറത്ത് വിട്ടിട്ടും ഈ കാര്യം ഒതുങ്ങിയില്ല. കാരണം അപ്പോഴേക്കും ഇത് വലിയ രീതിയിൽ മൂർച്ഛിച്ചു കഴിഞ്ഞു, ഒതുക്കാനാകാത്ത രീതിയിലേക്ക് കലാപം വ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഈ UK ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള എഞ്ചിനീയേഴ്സ്, നേഴ്സ്, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പാസ്സായവർക്കെല്ലാം ഏറ്റവും കൂടിയ വരുമാനത്തിൽ നമ്മുടെ നാടുകളിൽ നിന്ന് ഒരു വീട്ടിൽ ഒരാളെങ്കിലും UK-ലുണ്ട്. കേരളത്തിൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും നല്ല വരുമാനം, നല്ല എന്താണ് അവരുടെ അവസ്ഥ, കുഞ്ഞുങ്ങളെ പോലും അവിടെ പോയി അവിടെയാണ് എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് വളർത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പോലും
ഈ പ്രൊഫഷണലായി എഞ്ചിനീയേഴ്സിനെ പോലും അവർ വെട്ടിച്ചുരുക്കുകയാണ്. അതായത് ആ പറഞ്ഞേക്കാണ്, അവരുടെയൊക്കെ ജോലി പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ തദ്ദേശീയർക്ക് ജോലി ഉറപ്പാക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് നിയമങ്ങൾ. അതായത് വിദേശീയർ കുടിയേറ്റം പൂർണ്ണമായി നിർത്തുക എന്നുള്ളതല്ല, പക്ഷേ പരമാവധി കുറയ്ക്കുക എന്നുള്ളതെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം വ്യക്തികളാണ് അവിടെ ഈ പല രാജ്യങ്ങളിൽ നിന്നായി UK എത്തിയിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ജോലി പ്രതിസന്ധിയിലാണ്. പകുതി വെച്ച് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസ് ആയിട്ട് പോയിട്ടുള്ള വ്യക്തികളുണ്ട്. നമ്മുടെ ഇപ്പോൾ ഭാര്യ അവിടെ ഒരു ഇതിന് പഠിക്കാനായിട്ട് പോകുന്നെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ പലരും പോവുക. ഭാര്യ അവിടെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു, ഭർത്താവ് ഇവിടെ നിന്ന്. അത് ഈ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിന്ന് അവരുടെ വീട് വിറ്റ് സ്വർണം വിറ്റ് മാതാപിതാക്കളെയൊക്കെ വാടക വീട്ടിലാക്കിയാണ് പല മക്കളും പല യുവതി യുവാക്കളും ഒക്കെ ഈ UK പോയി. കടബാധ്യത ഉണ്ടായിട്ട് പോലും പോകുന്ന അവസ്ഥയുണ്ട്. ഉള്ളതെല്ലാം വിറ്റുപറക്കി പോയി. ഇവര് മാതാപിതാക്കളോട് വീട്ടിൽ നിർത്തും, വാടക വീട്ടിൽ നിർത്തും. എന്നിട്ട് അവിടെ പോയി സമ്പാദിച്ച് ഇനി ഒന്നേന്ന് അവർക്ക് അതേ ഈ പൈസ തന്നെ ഇനി ഒന്നേന്ന് കുറെ വർഷം എടുത്ത് സമ്പാദിക്കുന്ന തരത്തിലേക്കാണ്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് തന്നെയാണ് നമ്മുടെ UK പോയിരിക്കുന്ന അല്ലെങ്കിൽ കാനഡയിലേക്ക് പോയിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനൊക്കെ പോയിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെല്ലാവരുടെയും വലിയൊരു പ്രതിസന്ധിയിലാക്കുന്ന പല നിയമങ്ങളും ഇനി UK പാസ്സാക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ്. ഋഷി സുനാക് ഇരുന്നപ്പോൾ മുതൽ, ഇപ്പോൾ അദ്ദേഹം മാറി പുതിയ പ്രധാനമന്ത്രി വന്നു, പക്ഷെ അദ്ദേഹം ഇരുന്നപ്പോൾ മുതൽ ഈ കുടിയേറ്റക്കാർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. പക്ഷേ ഇതുവരെ ആ നിയന്ത്രണം പൂർണ്ണമായി ഏർപ്പെട്ടിട്ടില്ല. അത് ഈ ഒരു UK എന്ന് പറയുന്ന കൺട്രിയെ മാത്രമല്ല, UK, ബ്രിട്ടൻ, ഇംഗ്ലണ്ട്, ഇത് മൂന്ന് പേര് നമുക്ക് ഈ കൺട്രിയെ വിശേഷിപ്പിക്കാം UK എന്ന് പറയുമ്പോൾ. അതേസമയം ഇത് എന്താണ് യൂറോപ്യൻ കൺട്രീസിനെ മുഴുവനായി ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇത് പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പോർച്ചുഗൽ ഉണ്ട്, അദ്ദേഹം പറഞ്ഞത് അവിടെയും അതിനേക്കാൾ വലിയ നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇതുവരെയും നമുക്ക് വളരെ ആയാസമില്ലാതെ കയറിപ്പോയി അവിടെ നിന്ന് തന്നെ നമുക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് അവിടെ പെർമനന്റ് വിസയൊക്കെ എടുക്കാൻ കഴിയുന്ന രാജ്യമായിരുന്നു. ഇപ്പോൾ അത് മൊത്തത്തിൽ മാറി. അതായത് ഇനി അങ്ങോട്ട് പോകുന്നവർക്കും അവിടെ ഉള്ളവർക്കും വലിയ രീതിയിൽ ഒരു പ്രശ്നം അല്ലെ, അല്ലെങ്കിൽ ഇവരുടെ ഒരു വരുമാനം തന്നെ നിലയ്ക്കുന്ന തരത്തിലേക്കൊക്കെ വരുന്ന തരത്തിലേക്കാണ്. ഞാൻ വായിച്ചതനുസരിച്ച് അവിടുത്തെ ലണ്ടനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന് കൃത്യമായിട്ടുള്ള താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് സന്ദർശിക്കാൻ ഏതെങ്കിലും ഇന്ത്യക്കാർ വരുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഈ ഒരു ജാഗ്രത സഞ്ജയ് ദത്തിന് ഇത് നിഷേധിച്ചല്ലോ. നടനായിട്ടുള്ള സഞ്ജയ് ദത്തിന് അങ്ങോട്ട് പോകാനുള്ള അവസരം നിഷേധിച്ചത്. കാരണം അത്രത്തോളം വലിയൊരു കലാപത്തിൽ തന്നെയാണ്, കലാപഭൂമിയായി മാറുകയാണ് UK. ആര് കാരണമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ്? ഒരു രാജ്യത്ത് പോയി നമ്മൾ കാണിക്കേണ്ട മര്യാദ അത് പാലിച്ചില്ല. ആ ഒരു ഇത് അവിടെ പോയി ഇവിടെ എന്തൊക്കെ റോഡിലിറങ്ങി സമരം ചെയ്യുന്ന പോലെ അവിടെ പോയി സമരം ചെയ്യുകയാണ്. അവരുടെ ആവശ്യത്തിനല്ല, ഇവിടുത്തെ ആവശ്യത്തിനും അവിടെ പോയി സമരം ചെയ്യുന്നവരുണ്ട്. പബ്ലിക് ന്യൂസൻസ് ആയിട്ടുള്ള സൗണ്ടുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഇല്ലായ്മയൊക്കെ കാണിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവരോ ഇന്ത്യയിലുള്ളവരോ എന്നുള്ളത് പറയുന്നത് വിദേശത്തുള്ളവർ, അത് എവിടെ കുടിയേറ്റക്കാർ ഒന്നടങ്കം കാണിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ളവരാണ് കുറച്ച് ബെറ്റർ എന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു. ഇവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് ചില രാജ്യങ്ങളുടെ വ്യക്തികളെയൊക്കെയാണ്. പക്ഷെ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും എതിരെയാണ് ഇവരുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മലയാളി യുവാവിനടക്കം ക്രൂരമായ മർദ്ദനം ഏറ്റു എന്ന് ഞാനിങ്ങനെ വായിച്ചിരുന്നു. അതായത് അതേ യുവാവിന് നേരെ അതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചീമൊട്ടയേറൊക്കെ സംഭവിച്ചത്. ചോദ്യം ചെയ്യാൻ പോയ യുവാവിനെ സംഘമായിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന മലയാളി യുവാവാണ്. ഇത് ഈ തിരിച്ചടിക്കുന്ന ഇന്ത്യക്കാർ തന്നെ, മലയാളികൾ തന്നെ തിരിച്ചടിക്കുന്ന ആരെയാണ്? പോലീസിനെ. അവിടുത്തെ പോലീസിനെ വരെ പിടിച്ച് തിരിച്ചടിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വന്ന് എന്തൊക്കെ അക്രമങ്ങൾ കാണിക്കുമോ അതൊക്കെ അവിടെ പോയി അത്തരത്തിൽ കലാപകാരികൾക്ക് പുറമെ ഇത്തരത്തിലുള്ള അവിടെയുള്ള സംവിധാനങ്ങൾക്ക്, പോലീസ് സംവിധാനങ്ങൾക്ക് പോലും അമർഷം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്തായാലും അപ്പോൾ UK ആഭ്യന്തര കലാപം അത് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവിടെ ഇപ്പോഴും പോന്നുകൊണ്ടിരിക്കുകയാണ് UK. നമ്മുടെ എന്താണ് പോറ്റ് രാജ്യമാണെന്ന് പറയാം അല്ലെ, നമ്മുടെ UAE പോലെ തന്നെ അല്ലെ, ഇന്ത്യക്കാർക്ക് നമ്മുടെ കേരളീയർക്ക് UAE പോലെ തന്നെ ഏറ്റവും വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ കെട്ടിപ്പടുത്താൻ കഴിയുന്ന ഒരു രാജ്യമാണ് UK. നമുക്ക് നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാൻ നല്ല ജീവിത സാഹചര്യം ഒക്കെ അവർ പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് ആണ് UK പോകുന്ന ഒരു പഠിക്കാൻ പോകുന്ന കുഞ്ഞിന്, അവരുടെ സ്കോളർഷിപ്പ് അടക്കം അവരുടെ പഠിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഭർത്താവിനെ കൊണ്ടുപോകാം. ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ഭർത്താവിനെ കൊണ്ടുപോകാം, മാതാപിതാക്കളെ കൊണ്ടുപോകാം, ഡിപ്പെൻഡൻസ് ആയിട്ട് ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം, കുഞ്ഞിനെ കൊണ്ടുപോകാം. അവർക്ക് അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് കുഞ്ഞിന്. അവർ ഒരു ഇൻഷുറൻസ് എടുക്കാം, ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. എന്താണ് അവരുടെ ഇതെന്താണ് ആരോഗ്യപരമായ കാര്യങ്ങൾ, ചികിത്സ സൗജന്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഇതും കാശടയ്ക്കണം ഇൻഷുറൻസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാക്സ് ആയിട്ടൊക്കെ ഇവർ അടയ്ക്കേണ്ടി വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ല, നമ്മളിവിടെ റോഡ് ടാക്സ് അടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റോഡ് ഏതാണ്? അവിടെ പോയി അവർ ടാക്സ് അടച്ചാലും അവർക്ക് ലഭിക്കുന്നതെല്ലാം നല്ല സൗകര്യങ്ങളാണ്.
അത് ഉപയോഗിച്ച് വളരെ മാന്യമായി അവിടുത്തെ കൾച്ചർ അനുസരിച്ച് അവരോടൊപ്പം ജീവിക്കേണ്ടതിന് പകരം ഇവിടുത്തെ കൾച്ചർ, ഏറ്റവും ബാഡ് കൾച്ചർ കൊണ്ടുപോയി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി തന്നെയാണ് ഇത് പറയുന്നത്. എന്തായാലും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെയാണ് നമ്മളിത് കാണേണ്ടത്. ഒരിക്കലും മറ്റൊരു തരത്തിലും നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിനെയൊക്കെ അവിടെയുള്ളവരെയൊന്നും ബാധിക്കാത്ത തരത്തിലേക്ക് ഇതെത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും, അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ അവിടെയുള്ള പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും, കുടിയേറി വന്ന എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ആ ഒരു കലാപത്തിൽപ്പെട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിൽ അടിയുണ്ടാക്കുന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റമുണ്ടാകട്ടെ എന്നാണ് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ കേരളത്തിന് പോലും വലിയ നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ നിന്നൊക്കെ പ്രത്യേകിച്ചും UK പോയി പഠിക്കുന്നത്, അവിടെ ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കലാപങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാകട്ടെ, കൃത്യമായിട്ടുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ അടക്കമുള്ള രാജ്യാന്തര സംഘടനകളിലെ അടക്കമുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്.